നിറക്കൂട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുൽത്താൻ ഗോൾഡ് കവറിംഗ് ആൻഡ് സിൽവർ. നമസ്കാരം. വയനാട് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മൾ മലയാളികൾ എല്ലാവരും ഓണത്തിരക്കിലാണെന്നറിയാം. നിങ്ങൾക്ക് കാഴ്ചയ്ക്ക് കുളിർമയേകുന്ന ഒരുപാട് പ്രോഗ്രാമുകളും കേൾക്കാൻ ഇമ്പമുള്ള ഒരുപാട് ഓണപ്പാട്ടുകളുമായിട്ടാണ് നിറക്കൂട്ട് എത്തിയിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും നിറക്കൂട്ട് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ എൻ്റെ കൂടെ കുറേ കുട്ടിപ്പട്ടാളങ്ങളുണ്ട്, അതിൻ്റെ ലീഡറുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരാണ് ഇന്നത്തെ നമ്മുടെ നിറക്കൂട്ട് പ്രോഗ്രാമിൻ്റെ നെടുന്തൂൺ എന്ന് പറയുന്നത്. ഇത് ഒരു സിമ്പിളായിട്ട് നിൽക്കുന്ന ഒരു ടീം മാത്രമല്ല, ഒരു റിട്മോ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ബാൻഡിൻ്റെ ടീംസാണ് എൻ്റെ ചുറ്റും നിൽക്കുന്നത്. ഇവർ ഈ ഒരു ബാൻഡ് ഉണ്ടാക്കിയത് തന്നെ ഒരു വെറൈറ്റി കഥയിലൂടെയാണ്. അതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ ടീമിനെ മൊത്തം ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമ്മൾ ഈ കുട്ടികളെ പരിചയപ്പെട്ടതിന് ശേഷം ഇവരുടെ കഴിവുകൾ എന്താണെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലേടാ? ഓക്കെ, നമുക്ക് ആ സൈഡിൽ നിന്ന് തുടങ്ങാം കേട്ടോ. പേര് പറഞ്ഞോ? എൻ്റെ പേര് ഹരിനാരായൺ. അടുത്ത ആള് ഗോപിചന്ദ്. അഭിനന്ദന. ഏബിൾ ബെന്നി. അഭിജിത്ത് വിനോദ്. നിരഞ്ജന. കെ. ലിതിൻ ജോൺ. ആദിഷ്. ലിബിൻ ജോണി. ആൻഡ്രിയ. ആൻഡ്രിയ. അടുത്ത ആള് മെറിൻ. അഫ്രീദ. വിനോദ് പുൽപ്പള്ളി. ഓക്കെ, വിനോദ് പുൽപ്പള്ളി. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ നിറക്കൂട്ട് പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ നിറക്കൂട്ടിലേക്ക് ഒരുപാട് ഓണപ്പാട്ടുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാട്ടുകൾ സെറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വിനോദേട്ടനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഇന്ന് ഇവർ പാടാൻ പോകുന്ന 2 പാട്ടുകൾ വിനോദേട്ടൻ തന്നെ എഴുതി. മ്യൂസിക് ചെയ്തതും വിനോദേട്ടൻ തന്നെയാണോ? മ്യൂസിക് ചെയ്തതും വിനോദേട്ടനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ടീമിനെ പറ്റി ഒന്ന് അറിയാം. എങ്ങനെയാണ് ഈ ടീം ബിൽഡ് ചെയ്തത്? അത് തന്നെ ഒരു വെറൈറ്റി കഥയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം അത് നമ്മളോട് പറയാൻ പോകുന്നത് ഇയാളാണ്. ഓക്കെ, നമ്മൾ ഈ ടീം എങ്ങനെ ബിൽഡ് ചെയ്തു എന്ന് പറഞ്ഞേ. ടീം ബിൽഡ് ചെയ്തത് അല്ലേ? യെസ്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ പുൽപ്പള്ളി ഭാഗത്ത് ഫ്ലിപ്കാർട്ട് ഡെലിവറിൻ്റെ വർക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഡെലിവറിക്ക് ഇരിക്കുമ്പോഴാണ് ഞാൻ അബീനെ പരിചയപ്പെട്ടത്. അപ്പോൾ അബീനെ, അതായത് അബിക്ക് ഒരു പിയാനോ മെലഡിക്ക അവൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു. അത് ഓപ്പൺ ചെയ്ത് അതിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ മനസ്സിലാവാൻ, അതായത് വൈകുന്നേരമായി അത് കൊടുത്തപ്പോൾ 6 മണി കഴിഞ്ഞു. അപ്പോൾ ഇവൻ എന്നെ വിളിച്ച് ഇങ്ങനെ ശല്യം ചെയ്തിട്ട് ഞാൻ എന്നാൽ പിന്നെ കൊടുത്തേക്കാന്ന രീതിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇവൻ പിന്നെ മെലഡിക്കൊക്കെ വെച്ച് അവനോട് പറഞ്ഞു, അകത്ത് കയറി എൻ്റെ അടുത്ത് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, ഞാനതൊക്കെ ചെയ്യും, വായിക്കും, കീബോർഡ് വായിക്കും, ഗിറ്റാർ വായിക്കും. അപ്പോൾ അന്നത്തെ ടൈം ഉണ്ടായിരുന്നില്ല. അന്ന് പിന്നെ അവനങ്ങനെ കണ്ട് പരിചയപ്പെട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഡെലിവറിക്ക് ഒരു അബ്ദുൽ കലാമിൻ്റെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ടല്ലേ, എന്തോ ഒരു ഫോട്ടോ, അതെ, അതും ഡെലിവറി ഞാൻ തന്നെയായിരുന്നു. അത് കൊണ്ട് കൊടുത്തപ്പോൾ പിന്നെ അവൻ മ്യൂസിക്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്കും കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണത്. അങ്ങനെ ഞാൻ നമ്പർ വാങ്ങിയിട്ട് ഒരു ദിവസം ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ന്യൂ ഇയർ സെലിബ്രേഷൻ ഇടയ്ക്ക് ഫസ്റ്റ് ഞാൻ അബീനെ വിളിച്ചു. അതായത് ഫസ്റ്റ് കോൾ ഞാൻ അബീനെ വിളിക്കുന്നത് കഴിഞ്ഞ 2025 ന്യൂ ഇയറിനാണ്. ഞാൻ അബീനെ വിളിച്ച് അങ്ങനെ ന്യൂ ഇയറൊക്കെ വിഷ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, നമുക്കൊരു ടീം ബാൻഡ് അല്ലെങ്കിൽ ഒരു മ്യൂസിക് ബാൻഡ് ബിൽഡ് ചെയ്താലോ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അങ്ങനെ അവൻ പിന്നെ എന്നെ വിടാണ്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നു. അങ്ങനെ തുടങ്ങി. പിന്നെ എല്ലാവരും വന്നു. ഗോപിചന്ദ് വന്നു, ഗിറ്റാറിസ്റ്റ്, പിന്നെ ഹരി വന്നു. പിന്നെ എല്ലാവരും പെട്ടെന്ന് എല്ലാവരും വരുന്നു. പിന്നെ വെക്കേഷൻ ടൈമും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് അത് വളർന്നു. അങ്ങനെയാണ് തുടങ്ങിയത്. അങ്ങനെ ഈ ഒരു ടീം ബിൽഡായി. പക്ഷേ ഈ ടീമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ഇവരാരും ഒരുമിച്ച് പഠിച്ചതോ അല്ലെങ്കിൽ ഇവിടെ ഒരേ പ്രദേശത്തുള്ള ആൾക്കാരോ ഒന്നുമല്ല. നമ്മൾ വേറെ സ്ഥലത്തു നിന്നാണ്. അവരെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത് നമ്മുടെ വിനോദേട്ടൻ തന്നെയാണ്. പിന്നെ എനിക്ക് അടുത്തായിട്ട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ 2 പാട്ടുകൾ മ്യൂസിക് ചെയ്തു എന്ന് പറയും, എഴുതി മ്യൂസിക് ചെയ്തു എന്ന് പറഞ്ഞു. ആ പാട്ടുകളെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആദ്യം തന്നെ ഈ കർക്കിടം പോയി മാനം തെളിഞ്ഞു എന്നുള്ള പാട്ട് അത് ഞാൻ തന്നെ എഴുതിയതാണ്, ഞാൻ തന്നെ ചിട്ടപ്പെടുത്തി. അതുപോലെ തന്നെ ഉത്രാടപ്പൂളി എന്നുള്ളൊരു പാട്ടുണ്ടായിരുന്നു, അത് ഇതുപോലെ തന്നെ ഞാൻ എഴുതി ചിട്ടപ്പെടുത്തിയതാണ്. അതിലെനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എഴുതി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്, അത് നമ്മുടെ മക്കൾ തന്നെ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തു മക്കൾ തന്നെ അത് പാടുന്നു. അതും നമ്മുടെ വയനാടിൻ്റെ ഹൃദയത്തുടിപ്പായ വയനാട് വിഷയിൽ തന്നെ അവതരിപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. അത് ഞങ്ങളുടെയും ഒരു വലിയൊരു ഭാഗ്യമാണ്. കാരണം ഞങ്ങളിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാൻ കഴിയുന്നത്. അത് ഞങ്ങളും വലിയൊരു താങ്ക്ഫുൾ ആയിട്ട് കാണുകയാണ്. പിന്നെ ഈ പാട്ടുകൾ വേറെ ഏതൊക്കെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്? വേറെ ചിന്തുപാട്ടുകൾ, വയനാട് ജില്ലയിലെ ആദ്യത്തെ ചിന്തുപാട്ട് കലാസംഘം ഞങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ചിന്തുപാട്ടുകൾ 6-7 ചിന്തുപാട്ട് എഴുതിയത് ഞാൻ തന്നെയാണ്. പിന്നെ ഓണപ്പാട്ടുകളുണ്ട്, ആനുകാലിക പ്രസക്തിയുള്ള കുറേ കവിതകൾ എഴുതിയിട്ടുണ്ട്.
പ്രണയഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്. ഒരുപാട് എഴുതിയിട്ടുണ്ട്. പാട്ടുകൾ മാത്രമാണോ അതോ സ്ക്രിപ്റ്റ് കഥകൾ അങ്ങനെ? അല്ല, ഇപ്പൊ കൂടുതലും ഈ പാട്ടൊക്കെ പോകുന്നതുകൊണ്ട് അത് അതിലാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ സിന്ധുപാട്ട്. ഈ മക്കളെ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ വിനോദേട്ടന്റെ ഒരു കൈ എങ്ങനെയാണ്? ശരിക്കും നമ്മുടെ മക്കളെ അവർക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഗീതമായിട്ട് അങ്ങോട്ട് ലയിച്ചു പോകുന്ന കാരണം മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും വ്യതിചലിക്കാൻ അവർക്ക് സമയം വരെ കിട്ടുന്നില്ല. അത് വലിയൊരു ആശ്വാസമാണല്ലേ ഇപ്പോഴത്തെ ഈ സമൂഹത്തിൽ. സംഗീതം അവരൊരു ലഹരിയായിട്ട് കൊണ്ടു നടക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂട്ടത്തിലൊപ്പം അവർ നല്ല സപ്പോർട്ടായിട്ട് കൊണ്ടു നടക്കുന്നു. അവർ നല്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഉണ്ടായ നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചു കലാകാരന്മാരെ വയനാട് വിഷനൊക്കെ ചേർത്ത് പിടിച്ച് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതും ഈ ഓണദിനത്തിൽ തന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതും ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ബാൻഡിനെ ഞങ്ങൾ നിങ്ങളിലേക്ക് തരികയാണ് ഈ ഓണദിനത്തിൽ. വിനോദേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ ഓണദിനത്തിൽ നിങ്ങളിലേക്ക് തരികയാണ്. ഒരുപാട് സന്തോഷത്തോടെ നിങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ അടിപൊളി പെർഫോമൻസ് ആണ്. അതായത് എങ്ങനെയാണ് ഇവരെ നമ്മൾ പ്രശംസിക്കേണ്ടതെന്ന് എനിക്ക് വാക്കുകളില്ല. കാരണം അത്രയും ഭംഗിയായിട്ടാണ് ഇവർ ഓരോ പാട്ടുകളെയും ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയാൽ പോലും ഓരോരുത്തരും പ്ലേ ചെയ്യുന്ന അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ ടീം ബിൽഡ് ചെയ്ത് 2 പേരാണെന്ന് പറഞ്ഞു. ഒരാൾ ഇയാളും ഒരാൾ അഭിജിത്ത് എന്ന് പറയുന്ന ആളും. നമുക്ക് അഭിജിത്തിനോട് ചോദിക്കാം. അഭിജിത്താണ് നമ്മുടെ ഈ ടീമിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് കൂടുതലും കൈകാര്യം ചെയ്യുന്ന ആൾ. അഭിജിത്തിന് എന്താ പറയാനുള്ള ഈ ടീമിനെ കുറിച്ചിട്ട്, അതേപോലെ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത്? എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ കുറച്ച് മെഡിസിനൊക്കെ എടുക്കാൻ വീട്ടിൽ തന്നെയായിരുന്നു അധികം പഠിത്തം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ടീം കിട്ടിയത് തന്നെ എനിക്ക് വലിയൊരു സന്തോഷമാണ്. കാരണം ഒരു 6-7 വർഷം വീട്ടിൽ നിന്നാണ് പഠിത്തം കാര്യങ്ങളൊക്കെ. അപ്പോൾ പലരും പല വഴിക്കുന്ന് കിട്ടി, ഒരുപാട് കൂട്ടുകാരെ കിട്ടി, ഒരു വലിയൊരു കൂട്ടായി മാറി അല്ലേ? അതെ അതെ. അതിനിപ്പോ പല പ്രോഗ്രാമുകളും അത്യാവശ്യം ചെയ്യുന്നുണ്ട്. എല്ലാവരും പുറത്തൊക്കെ പ്രോഗ്രാംസ് തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത്. പിന്നെ ഇവരെല്ലാരും പല വഴിക്കാണ്, എരുമാട്, മീനങ്ങാടി, പല സ്ഥലങ്ങളിലാവും. പുൽപ്പള്ളിയിലേക്ക് എന്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് ഇവര് പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ അതിന് ഈ ടീമിനോട് ഭയങ്കര താങ്ക്ഫുൾ ആണ് അല്ലേ? അതെ അതെ. പിന്നെ ബത്തേരി എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ അധികം ബത്തേരി ഉണ്ടാവും. പിന്നെ രാത്രി വീട്ടിലേക്ക് കൊണ്ടുവിടും. അങ്ങനെയൊക്കെ ആയിട്ട് അതെ അതെ, അത്ര സേഫായിട്ട് വീട്ടിലെത്തിച്ചിട്ടൊക്കെ സേഫായിട്ട് നടക്കുന്നുണ്ട്. അതൊക്കെ വളരെ സന്തോഷമാണ്. ഇനി ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് മോനെ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യും, അതേപോലെ ഈ ടീമിൽ ആരൊക്കെ ഏതൊക്കെ യൂസ് ചെയ്യും എന്നുള്ളതൊന്നും പറയാം. ഞാൻ കീബോർഡാണ് മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഗിറ്റാർ, 2 ഗിറ്റാറിസ്റ്റ് ഉണ്ട്. പിന്നെ ക്ലാബ് ബോക്സ് ഉണ്ട്, ഷെയ്ക്കർ ഉണ്ട്, മെലോഡിക്ക ഏബിൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ പാട്ടുകാര്, പിന്നെ എല്ലാരും മാറി മാറി എല്ലാം അത്യാവശ്യം മെയിനായിട്ട് എല്ലാവർക്കും ഓരോ ഇൻസ്ട്രുമെന്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. അത് അങ്ങനെയാണ് ഈ ടീം സെറ്റ് ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവരുടെ പെർഫോമൻസ് ഒന്ന് കണ്ടുവരാം. മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്, മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്, തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ
ഗീതം പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ പലരോട് പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ പലരോട് പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ പലരോട് പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ പലരോട് പാട്ട്. സുൽത്താൻ ഗോൾഡ് കവറിംഗ് ആൻഡ് സിൽവർ യഥാർത്ഥ ഗ്യാരണ്ടി ആഭരണങ്ങളുടെ മികവാർന്ന ശേഖരവുമായി സുൽത്താൻ ഗോൾഡ് കവറിംഗ് ആൻഡ് സിൽവർ. വെള്ളിയാഭരണങ്ങൾ, വെള്ളിയിൽ തങ്കം പൊതിഞ്ഞ ആഭരണങ്ങൾ, ചെമ്പ് തെളിയാത്ത ഗ്യാരണ്ടി ആഭരണങ്ങൾ, പഞ്ചലോഹ ആഭരണങ്ങൾ, കരിമണി മാലകൾ, ഹൈദരാബാദ് പേളുകൾ എല്ലാം ഇനി ഞങ്ങളിലൂടെ. സുൽത്താൻ ഗോൾഡ് കവറിംഗ് ആൻഡ് സിൽവർ. വിവാഹ വാടക ആഭരണങ്ങൾക്ക് മാത്രമായി സുൽത്താൻ ബത്തേരിയിൽ ഒരു പുതിയ ഷോറൂം. സുൽത്താൻ ഗോൾഡ് കവറിംഗ് ആൻഡ് സിൽവർ, ജൂബിലി റെസ്റ്റോറന്റിന് എതിർവശം, സുൽത്താൻ ബത്തേരി. ഓണം എന്നാൽ ആഘോഷമാണ്. അതിന് മാറ്റുകൂട്ടുന്നത് ഓണപ്പാട്ടുകളും. അതിമനോഹരമായ ഒരു ഓണപ്പാട്ടാണ് ഇനി നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് ആസ്വദിച്ചു തരാം. ഉത്രാടപ്പൂവിളിയുണരുന്നേ പൊന്നോണത്തുമ്പികൾ പാറുന്നേ ഉത്രാടപ്പൂവിളിയുണരുന്നേ പൊന്നോണത്തുമ്പികൾ പാറുന്നേ കതിരാടിയ വയലുകൾ നിറയെ ഓണപ്പൂ നിറയുന്നേ കതിരാടിയ വയലുകൾ നിറയെ ഓണപ്പൂ നിറയുന്നേ പൂവേ പൊലി പാടും മക്കൾ പൂവട്ടി നിറയ്ക്കുന്നേ പൂവേ പൊലി പാടും മക്കൾ പൂവട്ടി നിറയ്ക്കുന്നേ ഉത്രാടപ്പൂവിളിയുണരുന്നേ പൊന്നോണത്തുമ്പികൾ പാറുന്നേ ഉത്രാടപ്പൂവിളിയുണരുന്നേ പൊന്നോണത്തുമ്പികൾ പാറുന്നേ പൊൻചിങ്ങം 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 വരവായി പൊന്നോണം 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 കരയായി മാവിൻ കൊമ്പേലൊരു ഞാലിനു താളമായി മാവിൻ കൊമ്പേലൊരു ഞാലിനു താളമായി ഉണരുന്നു കേരളനാദം മലയാളക്കരയിലെ ഓണം ഉണരുന്നു ശങ്കുലിനാദം നിറയുന്നു പൂപ്പൊലിമേളം ഉണരുന്നു കേരളനാദം മലയാളക്കരയിലെ ഓണം ഉണരുന്നു ശങ്കുലിനാദം നിറയുന്നു പൂപ്പൊലിമേളം ഒന്നിച്ചൊരു പൂക്കളമുയരുന്നേ തിരുവാറന്മുള ഓണം ഒരുങ്ങുന്നേ ഒന്നിച്ചൊരു പൂക്കളമുയരുന്നേ തിരുവാറന്മുള ഓണം ഒരുങ്ങുന്നേ ഉത്രാടപ്പൂവിളിയുണരുന്നേ പൊന്നോണത്തുമ്പികൾ പാറുന്നേ ഉത്രാടപ്പൂവിളിയുണരുന്നേ പൊന്നോണത്തുമ്പികൾ പാറുന്നേ പൊൻചിങ്ങം 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 വരവായി പൊന്നോണം 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 തിരയായി മാവിൻ കൊമ്പേലൊരു ഞാലിനു താളമായി മാവിൻ കൊമ്പേലൊരു ഞാലിനു താളമായി നിറമേകും കുങ്കുമ സൂര്യൻ കളമെഴുതി
തങ്കനിലാവോ നിറമണിയും മാനത്ത് നിറമേഘം കുങ്കുമ സൂര്യൻ കളമെഴുതി ചാത്തുമ്പോൾ തങ്കനിലാവോ നിറമണിയും മാനത്ത് ഒന്നിച്ചൊരു പൂക്കളമുയരുന്നേ തിരുവാറന്മുള സദ്യയൊരുങ്ങുന്നേ ഒന്നിച്ചൊരു പൂക്കളമുയരുന്നേ തിരുവാറന്മുള സദ്യയൊരുങ്ങുന്നേ ഉത്രാടപ്പൂവിളി ഉണരുന്നേ പൊന്നോണത്തുമ്പികൾ പാറുന്നേ ഉത്രാടപ്പൂവിളി ഉണരുന്നേ പൊന്നോണത്തുമ്പികൾ പാറുന്നേ കതിരാടിയ വയലുകൾ നിറയെ ഓണപ്പൂ നിറയുന്നേ കതിരാടിയ വയലുകൾ നിറയെ ഓണപ്പൂ നിറയുന്നേ പൂവേ പൊലിപാടും മക്കൾ പൂവെട്ടി നിറയ്ക്കുന്നേ പൂവേ പൊലിപാടും മക്കൾ പൂവെട്ടി നിറയ്ക്കുന്നേ ഉത്രാടപ്പൂവിളി ഉണരുന്നേ പൊന്നോണത്തുമ്പികൾ പാറുന്നേ ഉത്രാടപ്പൂവിളി ഉണരുന്നേ പൊന്നോണത്തുമ്പികൾ പാറുന്നേ പൊൻചിങ്ങം 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 വരവായി പൊന്നോണം 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 തിരയായി മാവിൻ കൊമ്പേലൊരു ഊഞ്ഞാലിനു താളമായി മാവിൻ കൊമ്പേലൊരു ഊഞ്ഞാലിനു താളമായി പൊൻചിങ്ങം 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 വരവായി പൊന്നോണം 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 തിരയായി പൊൻചിങ്ങം 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 വരവായി പൊന്നോണം 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 തിരയായി ഓരോ ദിവസവും പൂക്കൾ പറിക്കുമ്പോൾ നാളേക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്ന പാട്ടുകളാണ് പൂപ്പൊലി പാട്ടുകൾ. ഓണം എന്ന് പറഞ്ഞാൽ പാട്ടുകളെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ കൂടിയാണ്. ചൊല്ലിപ്പോരും വഴിയിൽ കുറ്റി തുമ്പപ്പൂ വെള്ളം തരുവാൻ മലയ കാറ്റിൽ കൂടെ വരുമോ ഊഞ്ഞാലിട്ടാടിയിടും ഇളവയിൽ ചിരിവാൻ ഓണത്തുമ്പി ചിറകാട്ടിത്തുള്ളി ഈ മാവേലി നാടിൻ്റെ ഉള്ളം നിറയെ ഓണത്തുമ്പി ചിറകാട്ടിത്തുള്ളി മാവേലി നാടിൻ്റെ ഉള്ളം നിറയെ ഓണപ്പൂവിളി പൊങ്ങുന്നെങ്ങും ഓരോ കഥ ചൊല്ലി പോരും വഴിയിൽ മഴമുകിൽ ചേലമാറ്റി മിന്നും ചീലോടി കരവയിൽ കോടി ചുറ്റി പൊന്നിന്നാകാശം മനസ്സുകളൊന്നായി കൈകൊട്ടി പാടും ചെണ്ടച്ചിങ്ങനെ കേട്ടി കായത്തിളക്കത്തിൽ കരയ്ക്കൊരു താളം പിടിച്ചാടി കളിച്ചിടും ഓലക്കിഴക്കങ്ങൾ പകർന്നൊരു വീരൻ ഓളം മുറിച്ചെത്തി കൊതിച്ചൊരു ചുണ്ടൻ തുഴഞ്ഞിടും ഈ വീരനും നീളം കണ്ണാലെ നോക്കി ഈ നല്ല നേരം നമ്മൾ കരിമ്പു കുറുമ്പു പകുത്തു നുകർന്നു ചേരുമ്പോൾ കണ്ണീരും കണ്ടും സ്നേഹങ്ങളെ ഓണത്തുമ്പി ചിറകാട്ടിത്തുള്ളി ഈ മാവേലി നാടിൻ്റെ ഉള്ളം നിറയെ ഓണത്തുമ്പി ചിറകാട്ടിത്തുള്ളി ഈ മാവേലി നാടിൻ്റെ ഉള്ളം നിറയെ ഓണപ്പൂവിളി പൊങ്ങുന്നെങ്ങും ഓരോ കഥ ചൊല്ലി പോരും വഴിയിൽ ഉക്കുറ്റി തുമ്പപ്പൂവെല്ലാം തരുവാൻ മലയ കാറ്റിന് കൂടെ വരുമോ ഊഞ്ഞാലിട്ടാടിയിടും ഇളവയിൽ ചിരിവാൻ ഓണത്തുമ്പി ചിറകാട്ടിത്തുള്ളി ഈ മാവേലി
ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് തിരുവാതിര. ഓണമിങ്ങെത്തിയെന്നറിയിക്കാൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു കല കൂടിയാണ് തിരുവാതിര. നിറക്കൂട്ടിൽ ഇനി അതിമനോഹരമായൊരു തിരുവാതിര കണ്ടുവരാം. मुदाकरात्तमोदकं सदा विमुक्तिसाधकं कलाधरावतंसकं विलासिलोकरक्षकम् अनायदैकनायकं विनाशिदेभदैत्यकम् नताशुभाशुनाशकं नमामि तं विनायकम्. ॐ सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा. शिवदं निरयुं प्रणवं चिन्मयरूपं തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ. ശിവദം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ. ദേവഹിതം ദേവിമുഖം തെളിയും വെൺചന്ദ്രൻ പോൽ ആതിരയായി പാടിവരൂ രാവിൽ നീ വാർമുടി തിന്നി പൂക്കൊട ചാർത്തി ആടിടാം സഖിമാരെ. വാർമുടി തിന്നി പൂക്കൊട ചാർത്തി ആടിടാം സഖിമാരെ. ശിവദം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ. മോഹമുടൻ കൊടുപാടിടുമീണം വേണികളാടിടുമീരടി താളം. മോഹമുടൻ കൊടുപാടിടുമീണം വേണികളാടിടുമീരടി താളം. ദേവി സവിധം നിറയുകയായി ദേവി സവിധം നിറയുകയായി പ്രണയസ്വരൂപം ദേവൻ. മോഹമുടൻ കൊടുപാടിടുമീണം വേണികളാടിടുമീരടി താളം. ദേവി സവിധം നിറയുകയായി പ്രണയസ്വരൂപം ദേവൻ. ശിവദം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ. ചന്തമുടി വിധമാടകൾ ചാർത്തി ചന്ദനകളവം വെയിൽ തൂകി. ചന്തമുടി വിധമാടകൾ ചാർത്തി ചന്ദനകളവം വെയിൽ തൂകി. സുന്ദരിമാരണി ചേരുകയായി സുന്ദരിമാരണി ചേരുകയായി ഈ തിരുവാതിരരാവിൽ. ചന്തമുടി വിധമാടകൾ ചാർത്തി ചന്ദനകളവം വെയിൽ തൂകി. സുന്ദരിമാരണി ചേരുകയായി ഈ തിരുവാതിരരാവിൽ. ശിവദം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ. ദേവഹിതം ദേവിമുഖം തെളിയും വെൺചന്ദ്രൻ പോൽ ആദി
ദേവിമാരേ ശങ്കരായ 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 മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം സുദർശായ മംഗളം ചന്ദനായ മംഗളം ചിന്മയായ സന്മയായ തന്മയായ മംഗളം അചഞ്ചലായ മംഗളം അകിഞ്ചനായ മംഗളം ജഗത്ശിവായ മംഗളം നമഃ ശിവായ മംഗളം 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 മനോഹരമായൊരു തിരുവാതിരയാണ് നമ്മൾ കണ്ട് തിരിച്ചു വന്നിരിക്കുന്നത്. ശരിക്കും ഓണം എന്ന് പറയുമ്പോൾ തിരുവാതിര എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ തിരുവാതിര ഇത്രയും മനോഹരമായിട്ട് അവതരിപ്പിച്ച ചേച്ചിമാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണെന്ന് വീണ്ടും വീണ്ടും നമ്മുടെ ഈ ചേച്ചിമാരോടെ തെളിയിച്ചിരിക്കുകയാണ്. നമുക്കിനി ഈ ചേച്ചിമാർ ഓരോരുത്തരെയായിട്ട് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അടിപൊളിയായിരുന്നു, അതിമനോഹരമായിട്ടാണ് കേട്ടോ നിങ്ങൾ കളിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കോസ്റ്റ്യൂം ആയാലും നിങ്ങൾ കളിച്ച ഓരോ സ്റ്റെപ്പും എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുത്താന്ന് തോന്നുന്നു അല്ലേ. ആദ്യം നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ വയനാടിൻ്റെ പ്രേക്ഷകർക്ക് നിങ്ങളെ അറിയാൻ എന്തായാലും ആഗ്രഹം ഉണ്ടാവും. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടി തുടങ്ങാം. ചേച്ചിൻ്റെ പേരെന്താ? എൻ്റെ പേര് ബിൻസി. ചേച്ചി വീട്ടമ്മയാണോ അതോ? ഞാൻ വീട്ടമ്മയാണ്. ആണല്ലേ. അപ്പം തിരുവാതിര കളിച്ച് എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അത്ര എക്സ്പീരിയൻസ് ഇല്ല, എന്താ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കളിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അടുത്ത ആള്? എൻ്റെ പേര് ലിൻസിയാണ്, ആശാ വർക്കറാണ്. പിന്നെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇടയ്ക്ക് കളിക്കാറുണ്ടായിരുന്നു. ചേച്ചിയുടെ പേര് പറയോ? എൻ്റെ പേര് പ്രസന്ന. ഞാൻ ഇതിന് മുന്നേയും കൈകുട്ടികളെ കളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ചിന്തുപാട്ടിലെ പിന്നെ നാദബ്രഹ്മത്തിലെ കലാകുടുംബത്തിലെ ആളാണ്. അപ്പം തിരുവാതിര ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു 4 ദിവസം കൊണ്ട് നമുക്ക് റെഡിയാക്കണം എന്ന് പറഞ്ഞു. ചേച്ചിക്ക് നിൽക്കാവോന്ന് ചോദിച്ചു. പെട്ടെന്ന് അടിപൊളിയാക്കി. ഓൺ ദ സ്പോട്ട്. അതാണ്. പറയൂ ചേച്ചി, എന്താണ് പേര്? രഞ്ജു. ഞാൻ ബ്യൂട്ടീഷ്യനാണ്, ഫാഷൻ ഡിസൈനറാണ്. ചേച്ചിനെ കണ്ടാൽ തന്നെ പറയാം ചേച്ചി നല്ല ഭംഗിയായി ഒഴുങ്ങി നല്ല അല്ലേ സുന്ദരിയായിട്ടിരിക്കുന്നല്ലേ. ഓക്കെ. പിന്നെ ഡാൻസ് ചെറുപ്പം തൊട്ടേ കളിക്കും. ഞാൻ ചിലങ്കയിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു ടീച്ചറുടെ. ഇപ്പോൾ ദേവദക്ഷയിൽ പിന്നെ രശ്മി സാബു എന്ന് പറഞ്ഞ ടീച്ചറുടെ സ്റ്റുഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഞാനും തിരുവാതിര, കൈകുട്ടിക്കളി എല്ലാത്തിലും ഉണ്ട്. ഞങ്ങളും അടിപൊളിയാണ്. പിന്നെ അല്ല പിന്നെ ചേച്ചി പറയോ? ഞാൻ ഈ വീടിന്റെ ഓണറാണ്. അതെ. ഈ ചേച്ചിന്റെ പേരെന്തായിരുന്നു? സീന. സീന. ഈ ചേച്ചിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങളുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ എല്ലാം ഭയങ്കരമായിട്ട് ഞങ്ങൾ ഈ ചേച്ചിനോട് ഞങ്ങളുടെ താങ്ക്സ് അറിയിക്കുകയാണ്. കാരണം ഈ വീട് മൊത്തം ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ് ഇന്നത്തെ ദിവസം. ഞങ്ങളുടെ വകയും ഞങ്ങളുടെ ടീമിന്റെ വകയും പ്രേക്ഷകരുടെ വകയും വലിയൊരു താങ്ക്സ് കൂടി അറിയിക്കുകയാണ് കേട്ടോ. വെരി 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 താങ്ക് യു. ചേച്ചി പറയോ? പേര് ബിന്ദു. ഞാൻ ചിന്തുപാട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതുവരെ കൂടെ എല്ലാം ചെയ്യണം എന്നുള്ളതുണ്ട്. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് പഠിക്കാൻ. പക്ഷേ ചേച്ചി ഭക്ഷണം ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവരും ഒരുമിച്ചായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു കേട്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി നല്ലോണം ലീഡറാണല്ലേ. അപ്പൊ ലീഡറോട് ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം നിങ്ങളുടെ ലീഡർഷിപ്പിൽ എല്ലാവരും അടിപൊളിയായിരുന്നു. ആണല്ലേ. ഓക്കെ. ചേച്ചിക്ക് അഭിമാനിക്കാം. കാരണം ഇത്രയും വലിയൊരു ടീം ഉള്ളതുകൊണ്ട് ചേച്ചി ലീഡറാന്ന് പറയുമ്പോൾ കിടിലം. ഓക്കെ. ചേച്ചിന്റെ പേര്? ബിന്ദു. ഓക്കെ. അടുത്ത ആള്? എൻ്റെ പേര് വിജയകുമാരി. ഞാൻ ടൈലറിംഗ് ആണ് ചെയ്യുന്നത്. പിന്നെ നാദബ്രഹ്മത്തിലുണ്ട്, ചിന്തുപാട്ടിന്റെ ഗ്രൂപ്പിലുണ്ട്. ഇത് ഇങ്ങനെ ഒരു തിരുവാതിര വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് ഒരു മടിയായിരുന്നു. പെട്ടെന്ന് പഠിച്ചു. അതെ, പ്രായമായി. അതുകൊണ്ട് എന്താവും അറിയത്തില്ലായിരുന്നു. എന്നിട്ട് പ്രായോ ആര് പറഞ്ഞു? ഞങ്ങൾക്ക് പോലും പറ്റുന്നില്ല. ഇത്ര സ്പീഡിൽ പഠിച്ചില്ലേ? അത് വെറുതെ. എന്നിട്ട് അപ്പൊ അങ്ങനെ അങ്ങ് കൂടി എല്ലാവരുടെ ഒപ്പം അങ്ങ് കളിച്ചു. അടിപൊളിയായിരുന്നു. നിങ്ങൾ വേറെ വേറെ സ്റ്റേജിൽ തിരുവാതിര അല്ലെങ്കിൽ കളിച്ചിട്ടുണ്ട്. ഇതില് ക്ഷേത്രത്തിലൊക്കെ തിരുവാതിര കളിച്ചിട്ടുണ്ട്, സ്കൂളിൽ കളിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറുപ്പത്തിലെ കലാകാരി ആയതുകൊണ്ട് ഏജ് ആയി കഴിഞ്ഞാലും നമുക്കത് പോകത്തില്ല. കാരണം നമ്മുടെ ബ്ലഡിലുണ്ടല്ലോ. അതാണ് നമ്മളിപ്പോ തെളിയിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ. ഇനി ഈ ചേച്ചിന്റെ പേര് അറിയോ? എൻ്റെ പേര് കോമളവല്ലി. കോമളവല്ലി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ എൻ്റെ പേര് കോമളവല്ലി. പിന്നെ ചേച്ചി ഇതിനു മുമ്പ് തിരുവാതിര കളിച്ചിട്ടുണ്ട്, അമ്പലത്തെ കളിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ദിവസം കൊണ്ട് പഠിച്ചെടുത്തതാണ്. ഞാനൊരു വീട്ടമ്മയാണ്. ഇനി അങ്ങനെ പറയണ്ട. ഇന്ന് നമ്മൾ സ്റ്റേജുകളിൽ നിന്ന് വലിയ വലിയ സ്റ്റേജുകളിലേക്ക് പോകൊണ്ടിരിക്കുക. ഒത്തിരി പ്രായമായില്ല ഇനി ഒന്ന്.
ഇപ്പൊ പ്രായമൊന്നുമില്ല. അതെ. ചേച്ചിന്റെ പേര്? എൻ്റെ പേര് ബിനി. ഞാൻ ചിന്തുപാട്ട് ടീമിലുള്ളതാണ്. പിന്നെ നേരത്തെ കളിച്ചിട്ടുണ്ട്. ഇവരുടെ ഈ ടീമിൽ തിരുവാതിര, നിങ്ങൾ തിരുവാതിര വേറെ എവിടെയെങ്കിലും കളിച്ചിട്ടുണ്ടോ അതോ ഇവിടത്തേക്ക് വേണ്ടി മാത്രം? ഈ ടീം കളിച്ചിട്ടില്ല, പക്ഷെ എല്ലാവരും വേറെ വേറെ ടീമിലായിട്ട് കളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ആള്, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് പറയൂ. അമ്പിളി വിനോദ്. പിന്നെ നമുക്ക് ചിന്തുപാട്ട് ടീമുണ്ട്. വയനാട് ജില്ലയിലെ ആദ്യത്തെ ചിന്തുപാട്ട് ടീമാണ് നമ്മള്. ഞങ്ങൾ ആ കാര്യത്തിൽ വയനാട് ഡിസ്ട്രിക്റ്റിന് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ആ ടീമിന്റെ ഒരു പ്രോഗ്രാം ആയിട്ട് തന്നെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാമായിട്ട്. അപ്പം നമ്മുടെ നാദബ്രഹ്മ കലാസംഘം ആണ് നമ്മുടെ വയനാട്ടിലെ ആദ്യത്തെ ചിന്തുപാട്ട് ടീം. അത് എൻ്റെ ഹസ്ബൻഡാണ് പാട്ടുകളൊക്കെ എഴുതി ഞങ്ങളെ ചിന്ത് ഉണ്ടാക്കി ഞങ്ങളെ ചിന്ത് പഠിപ്പിക്കുന്നത്, കൊട്ടാൻ പഠിപ്പിക്കുന്നത്. വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ചേച്ചിന്റെ ഫാമിലി എല്ലാവരും ഉണ്ട്, പിന്നെ ഹസ്ബൻഡുണ്ട്, മക്കളുണ്ട് അല്ലേ? എല്ലാവരും ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കാളികളാണ് അല്ലേ? പിന്നെ നമ്മുടെ മക്കളാണ്. പിന്നെ റിക്മോ എന്ന് പറയുന്ന ബാൻഡ് ഉണ്ട്. പിന്നെ മോള് ഡാൻസ് കളിക്കും. പിന്നെ ഞങ്ങൾ ഒരു കലാകുടുംബമാണ്, അങ്ങനെ പറയൂ. പിന്നെ നമ്മള് ഇത് പെട്ടെന്നാണ് നമുക്ക് തട്ടിക്കൂട്ടി ഡാൻസിങ് തിരുവാതിര പഠിക്കണം എന്നിങ്ങനെയുള്ള ഒരു ഐഡിയ വന്നത്. അങ്ങനെ ഞങ്ങൾ വേഗം ഒരാഴ്ച കൊണ്ട് വേഗം തന്നെ പഠിച്ചെടുത്തു. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആരും കളിച്ചത് കണ്ടു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ടാണ് നിങ്ങൾ ഇത് പഠിച്ചെടുത്തതെന്നോ അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് ടൈം പഠിക്കുന്ന അല്ല കളിക്കുന്ന ആൾക്കാരാണെന്നോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. കാരണം അത്രയും നന്നായിട്ട് മനോഹരമായിട്ട് കളിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ തിരുവാതിര ടീം. ഇവരെല്ലാവരെയും ഞങ്ങൾ നിങ്ങളുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും കൂടി ഒരു ഹാപ്പി ഓണം പറഞ്ഞാലോ? ഓക്കെ, ഹാപ്പി ഓണം. സുൽത്താൻ ഗോൾഡ് കവറിംഗ് ആൻഡ് സിൽവർ, യഥാർത്ഥ ഗ്യാരണ്ടി ആഭരണങ്ങളുടെ മികവാർന്ന ശേഖരവുമായി സുൽത്താൻ ഗോൾഡ് കവറിംഗ് ആൻഡ് സിൽവർ. വെള്ളിയാഭരണങ്ങൾ, വെള്ളിയിൽ തങ്കം പൊതിഞ്ഞ ആഭരണങ്ങൾ, ചെമ്പ് തെളിയാത്ത ഗ്യാരണ്ടി ആഭരണങ്ങൾ, പഞ്ചലോഹ ആഭരണങ്ങൾ, കരിമണി മാലകൾ, ഹൈദരാബാദ് പേളുകൾ എല്ലാം ഇനി ഞങ്ങളിലൂടെ. സുൽത്താൻ ഗോൾഡ് കവറിംഗ് ആൻഡ് സിൽവർ. വിവാഹ വാടക ആഭരണങ്ങൾക്ക് മാത്രമായി സുൽത്താൻ ബത്തേരിയിൽ ഒരു പുതിയ ഷോറൂം. സുൽത്താൻ ഗോൾഡ് കവറിംഗ് ആൻഡ് സിൽവർ, ജൂബിലി റെസ്റ്റോറന്റിന് എതിർവശം, സുൽത്താൻ ബത്തേരി. ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ച ഒന്നാണ് ഓണം. വാമൊഴിയായി പകർന്നു വന്ന ഒത്തിരി പാട്ടുകൾ. നമ്മുടെ കുറച്ച് കൂട്ടുകാർ ഒരു പറ്റം പാട്ടുകൾ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് വേണ്ടി. അതിലൊന്നുകൂടി നമുക്ക് ആസ്വദിക്കാം. കർക്കിടകം പോയി മാനം തെളിഞ്ഞു പെണ്ണെ, മാനത്തോരമ്പിളി പൂനിലാവായി പെണ്ണെ, ഓണപ്പാട്ടിൻ്റെ ഈരടി കേട്ടു പെണ്ണെ, ഓണം വന്നേ പൊന്നോണം വന്നേ. കർക്കിടകം പോയി മാനം തെളിഞ്ഞു പെണ്ണെ, മാനത്തോരമ്പിളി പൂനിലാവായി പെണ്ണെ, ഓണപ്പാട്ടിൻ്റെ ഈരടി കേട്ടു പെണ്ണെ, ഓണം വന്നേ പൊന്നോണം വന്നേ.
ചോദിക്കു ചുമന്ന പൂത്തോടി നിറഞ്ഞേ മധുവും മണവും തേടി തുമ്പികൾ പാറി വന്നേ മുറ്റത്തും തോടയിലും പൂക്കൾ നിറഞ്ഞേ ചോദിക്കു ചുമന്ന പൂത്തോടി നിറഞ്ഞേ മധുവും മണവും തേടി തുമ്പികൾ പാറി വന്നേ പാറി വന്നേ കർക്കിടകം പോയി മാനം തെളിഞ്ഞു പെണ്ണെ മാനത്തോരം വിളിപ്പൂനിലാവായി പെണ്ണെ ഓണപ്പാട്ടിൻ്റെ ഈരടി കേട്ടു പെണ്ണെ ഓണം വന്നേ പൊന്നോണം വന്നേ ഓണം വന്നേ പൊന്നോണം വന്നേ ഓണം വന്നേ പൊന്നോണം വന്നേ പാടത്തും തോടിയിലും പൂക്കൾ വിരിഞ്ഞേ അറിവിൽ അഴകൊത്ത പൂക്കളം തീർത്തേ തുമ്പയും തുളസിയും ചൂടി പെണ്ണെ പാടിവായോ പാടത്തും തോടയിലും പൂക്കൾ നിറഞ്ഞേ മാരിവിലഴകൊത്ത പൂക്കളം തീർത്തേ തുമ്പയും തുളസിയും ചൂടി പിന്നെ പാടിവായോ പാടിവായോ കർക്കിടകം പോയി മാനം തെളിഞ്ഞു പെണ്ണെ മാനത്തോരം വിളിപ്പൂനിലാവായി പെണ്ണെ ഓണപ്പാട്ടിൻ്റെ ഈരടി കേട്ടു പെണ്ണെ ഓണം വന്നേ പൊന്നോണം വന്നേ ഓണം വന്നേ പൊന്നോണം വന്നേ ഓണം വന്നേ പൊന്നോണം വന്നേ കാണന്റെ പാട്ടിലെ ഈരടി കേട്ടു പിന്നെ കില്ലടിച്ചാൻ പാട്ടിൻ ശീലുകൾ കേട്ടു പെണ്ണെ കൂടിയും താളവും കേട്ടു പിന്നെ പാടിവായോ പാണന്റെ പാട്ടിലെ ഈരടി കേട്ടു പെണ്ണെ പിള്ളടിച്ചാൻ പാട്ടിൻ ശീലുകൾ കേട്ടു പിന്നെ കൂടിയും താളവും കേട്ടു പെണ്ണെ പാടിവായോ പാടിവായോ കർക്കിടകം പോയി മാനം തെളിഞ്ഞു പെണ്ണെ മാനത്തോരം വിളിപ്പൂനിലാവായി പെണ്ണെ ഓണപ്പാട്ടിൻ്റെ ഈരടി കേട്ടു പെണ്ണെ ഓണം വന്നേ പൊന്നോണം വന്നേ 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 ആലായാൽ തറ വേണം അടുത്തൊരമ്പലം വേണം. നമ്മൾ 90s കിഡിൻ്റെ എപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സോങ് ആണ് അല്ലേ. നമ്മളെപ്പോഴും എപ്പോൾ കേട്ട് കഴിഞ്ഞാലും ഒന്ന് കേൾക്കാൻ കൊതിക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ടാണ് നമ്മൾ ഈ ഓണദിനത്തിൽ റിട്മോ ബാൻഡ് നമുക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കതൊന്ന് ആസ്വദിക്കാം. ദന്ദാനാനേ 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 ഹേ ദന്ദാനാനേ ദന്ദാനാനേ ഹേ ദന്ദാനാനേ ദന്ദാനാനേ ആലായാൽ തറ വേണം അടുത്തൊരമ്പലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം ആലായാൽ തറ വേണം അടുത്തൊരമ്പലം വേണം അതിനു ചേർന്നൊരു കുളവും വേണം കുളിപ്പാനായി കുളം വേണം കുളത്തിൽ ചെന്താമര വേണം കുളിപ്പാനായി കുളം വേണം കുളത്തിൽ ചെന്താമര വേണം കുളിച്ചു ചെന്നകം പോകാൻ ചന്ദനം വേണം
അടുത്തൊരമ്പലം വേണം, അതിനു ചേർന്നൊരു കുളവും വേണം. ഏതന്താനാനേ തന്താനാനേ, ഏതന്താനാനേ തന്താനാനേ, ഏതന്താനാനേ തന്താനാനേ, ഏതന്താനാനേ തന്താനാനേ. യുദ്ധത്തിങ്കൽ രാമൻ നല്ലു, പൂലത്തിങ്കൽ സീത നല്ലു. പടയ്ക്കു ഭരതൻ നല്ലു, പറവാൻ പൈങ്കിളി നല്ലു. പറക്കുന്ന പക്ഷികളിൽ ഗരുഡൻ നല്ലു. പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം. പൂവാലിനി മകളായാൽ അടക്കം വേണം. നാടായാൽ നൃപൻ വേണം, അരികെ മന്ത്രിമാർ വേണം. നാടിനു ഗുണമുള്ള പ്രജകൾ വേണം. ഏതന്താനാനേ തന്താനാനേ, ഏതന്താനാനേ തന്താനാനേ, ഏതന്താനാനേ തന്താനാനേ, ഏതന്താനാനേ തന്താനാനേ. നിറക്കൂട്ട് എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ വയനാട് വിഷനിൽ പ്രോഗ്രാമുകൾ അവസാനിക്കുന്നില്ല. ആ ഓണദിനത്തിൽ ഫുൾ ടൈം നമ്മൾ ഓരോ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്നും കാണാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വക എല്ലാവിധ ഓണാശംസകളും നേരുന്നു. ഹാപ്പി ഓണം. നിറക്കൂട്ട് നിങ്ങൾക്കായി സമർപ്പിച്ചത് സുൽത്താൻ ഗോൾഡ് കവറിംഗ് ആൻഡ് സിൽവർ.